ആഖ്യാന കാവ്യത്തിലെത്തുമ്പോൾ ഇതൊരു ന്യൂസ് അനാലിസിസിൻ്റെ രൂപത്തിൽ മാറുന്നുണ്ട്. ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്നത് ന്യൂസ് അനാലിസിസ് ആയിട്ട് മാറുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കവിതയിൽ തന്നെ കവിതാ വിമർശനം കുടിയൊഴിക്കൽ തുടങ്ങി വെക്കുന്നുണ്ട്. കവിത എന്ന് പറയുന്ന മാധ്യമത്തിനെ തന്നെ അതിൻ്റെ ഉള്ളിൽ വിമർശിക്കുന്നുണ്ട്. നമുക്കറിയാം, സാധാരണ നമ്മൾ മാധ്യമം എന്ന് വിളിക്കുന്ന പത്രമാധ്യമങ്ങളൊക്കെ തന്നെ അതിൻ്റെ തന്നെ വിമർശനം തുടങ്ങി വെക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്, വളരെ വൈകിട്ടാണ്. ഏതാണ്ട് ഒരു ദശകമോ അല്ലെങ്കിൽ 2 ദശകമോ ഒക്കെ ആയിട്ടുള്ളൂ പത്രവിമർശനം എന്ന് പറയുന്നത് പത്രം തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ കവിതയിൽ ഇത് വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. കുടിയൊഴിക്കൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കവിത എന്ന് പറയുന്ന മാധ്യമത്തെ തന്നെ വിമർശന വിധേയമാക്കുക എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തുടർന്ന് നോക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു അംശം ഇങ്ങനെ വലുതായിട്ട് വരുന്നത് കാണാൻ പറ്റും. പാറ്റൂർ സാറിൻ്റെ ക്യാൻസർ പോലെയുള്ള കവിത അല്ലെങ്കിൽ സംക്രമണം പോലെയുള്ള കവിത ഒരു തരത്തിലുള്ള ഈ പറയുന്ന വലിയ റിപ്പോർട്ടിംഗ് അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ കാലത്തെ ഒരു വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഒരു വലിയ റിപ്പോർട്ടിംഗ് അതിലുണ്ട്. കോളേജ് എന്ന് പറയുന്ന സ്ഥലത്തെ എടുത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഗതിനെ പരിശോധിക്കുന്ന ഒരു റിപ്പോർട്ടിംഗ് അതിലുണ്ട്. സംക്രമണം എന്ന് പറയുന്ന ഈ പറഞ്ഞ മാതിരി നരകം കണ്ട സ്ത്രീജന്മത്തിനെ വളരെ വിശദമായിട്ട് അതിൻ്റെ ആഴത്തിൽ ഒരു റിപ്പോർട്ടിംഗ് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ബംഗാളൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ റിപ്പോർട്ടർ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സഞ്ജയൻ എന്ന് പറയുന്ന ആളെ അഭിസംബോധന ചെയ്തിട്ടാണ് ആ കവിത തന്നെ ആരംഭിക്കുന്നത്. അതിൽ സഞ്ജയൻ എന്ന് പറയുന്ന ഒരു അഭാവമാണെങ്കിൽ പോലും റിപ്പോർട്ടർ എന്ന് പറയുന്ന ആൾ നേരിട്ട് മുന്നിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ മാധ്യമത്തിൻ്റെ കവിത എന്ന് പറയുന്നത് ഒരു സവിശേഷമായ മാധ്യമ പ്രവർത്തനമാണെന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നങ്ങേമക്കുട്ടിയുടെ സ്ഥാനം അതിലെന്താവുമെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ നങ്ങാമക്കുട്ടി എന്ന് പറയുന്ന പദം തന്നെ വേറൊരു കുട്ടിയെ പെട്ടെന്ന് ഓർമ്മയെ കൊണ്ടുവരും. പെട്ടെന്ന് ഒരു വിപരീതാർത്ഥത്തിലാണെങ്കിലും ഒരു ഓർമ്മയെ കൊണ്ടുവരും. അത് താത്രിക്കുട്ടിയാണ്. താത്രിക്കുട്ടി എന്ന് പറയുന്ന ആ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വലിയ ഇന്നത്തെ ഒരു രീതി വെച്ച് പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ വിളിക്കാവുന്ന, സെൻസേഷണൽ എന്ന് വിളിക്കാവുന്ന ഒരു സംഗതിക്ക് നേരെ വിപരീതമാണ് നങ്ങാമക്കുട്ടിയെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുള്ളത്. താത്രി ഒരുതരം നക്ഷത്രം പോലെ, വിപരീതാർത്ഥത്തിലാണെങ്കിലും നക്ഷത്രം പോലെ ഉദിച്ചുയർന്നു പോകുമ്പോൾ നങ്ങാമക്കുട്ടി കരിക്കട്ട പോലെ കെട്ടുകെട്ട് പോവുകയാണ്. താത്രി ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സ്വത്വബോധം ആർജിച്ച് കരേറി ലോകത്തിൻ്റെ ദൃശ്യതയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പതുക്കെ മങ്ങി പോവുകയാണ്, ലോകത്തിൽ നിന്ന് അദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി കവിത എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനമാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി എഴുതേണ്ടി വരും. ആരും പറയാതെ പോയ ഈ മറവിയിൽ ആണ്ടുപോയ മനുഷ്യജന്മങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തനം കവിതയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പുതിയ കാലത്ത് നിന്ന് ഒളപ്പമണ്ണയിലേക്ക് ഒരു പാലമിടാൻ വളരെ എളുപ്പമാണ്, അധികം പ്രയാസമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന ലോകത്തിൻ്റെ 1/4 ഭാഗവും ഇരുണ്ടിരിക്കുകയാണ്. ഓരോ ദേശത്തിൻ്റെയും ചരിത്രത്തിൽ ഇന്നും 1/4 ഭാഗം മാത്രമേ ലൈം ലൈറ്റിലുള്ളൂ, വെള്ളി വെളിച്ചത്തിലുള്ളൂ. ബാക്കി 1/4 ഭാഗവും ഇരുട്ടാണ്. ഈ ഇരുട്ടിൽ നിന്നാണ് ഈ പറയുന്ന കവികൾ മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾക്ക് കൊണ്ടുവരാനുള്ളത്, ആളുകളെ കൊണ്ടുവരാനുള്ളത്. മറവി എന്ന് പറയുന്ന പദം സാധാരണ നമ്മൾ പറയുന്ന പോലെ അതൊരു ബയോളജിക്കൽ മറവിയല്ല സംസ്കാരത്തിലെ മറവി എന്ന് പറയുന്നത്. സംസ്കാരത്തിലെ മറവി എന്ന് പറഞ്ഞാൽ മറക്കപ്പെടൽ കൂടിയിട്ടാണ്. നമ്മൾ കരുതി കൂട്ടി മാറ്റി വയ്ക്കുകയാണ്. നമ്മളത് ആ സംഭവത്തെ അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്, അതിനെ ഓർമ്മിക്കുന്നില്ല. അത് ഓർമ്മിച്ചാൽ തന്നെ ആവർത്തിക്കുന്നില്ല, ആവർത്തിച്ച് അതിന് ജീവൻ കൊടുക്കുന്നില്ല. ഓർമ്മ എന്ന് പറയുന്നത് അതിന് പകരം ഈ പറഞ്ഞ മാതിരി ലൈം ലൈറ്റിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പറയും, വീണ്ടും അതിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പുനരുൽപ്പാദിപ്പിക്കും. അങ്ങനെയാണ് അതിനെ നിലനിർത്തുന്നത്. എന്നാൽ മറവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുമ്പോൾ തന്നെ നമ്മൾ കടിച്ചമർത്തുകയാണ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഈ തൊണ്ടകളിൽ നിന്ന് കടിച്ചമർത്തിയ തൊണ്ടകളെ ശസ്ത്രക്രിയ ചെയ്ത് അവിടെ നിന്ന് വീണ്ടെടുത്ത ഒരു കവിതയാണ് നങ്ങേമക്കുട്ടി എന്ന് പറയേണ്ടി വരും. അങ്ങനെ വായിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ പുതിയ കാലത്ത് നിന്ന് ഒളപ്പമണ്ണയിലേക്ക് ഒരു പാലം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒന്നാണ്. അത് ഈ പറഞ്ഞ മാതിരി ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ കവിതയുടെ വളർച്ചയുടെ ഒരു വലിയ ഒരു സന്ധിയിൽ നിൽക്കുന്ന ആളാണ്. ആ ഭാഷ എന്ന് പറയുന്നത് അപ്പം മലയാള കവിതയിൽ ഗദ്യമൊക്കെ സംഭവിച്ചു വലിയ അത്ഭുതമായിട്ടൊക്കെ കാണുന്നുണ്ട് ആളുകൾ. ആരൊക്കെയോ സംഭവിപ്പിച്ചാണ്, പെട്ടെന്നുണ്ടായതാണ്, അവാങ്കാർദാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ സൂക്ഷ്മമായി പാരമ്പര്യത്തെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പതുക്കെ ഗദ്യത്തിലേക്ക് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ പുതിയ കാലത്തിൻ്റെ ഭാഷയിലേക്ക് ഉള്ള വരവ് അതിൽ കാണാൻ പറ്റും. അതിലൊരു വലിയ പങ്കുവഹിച്ച ഒരു കൃതിയാണ് ഈ നങ്ങേമക്കുട്ടി എന്ന് പറയുന്ന കൃതി.
ഇടശ്ശേരി അങ്ങനെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന ആദ്യത്തെ 2 വരി എന്ന് പറഞ്ഞാൽ തനി ഗദ്യമാണ്. തനി ഗദ്യം എന്ന് പറയുന്നത് അത് ഗദ്യമായിട്ട് വായിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഈ ഭാവഗീതാത്മകത എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് കൊല വിളിച്ചാണ് ആ 2 വരി തുടക്കം എഴുതിയിട്ടുള്ളത്. ലക്ഷക്കണക്കിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ള, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള വരി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒളപ്പം മണ്ണയെ വളരെ കൃത്യമായി മലയാള ചരിത്രത്തിൽ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റും, അവിടെ വെച്ച് പഠിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ പഠനങ്ങൾക്ക് ഈ ഗ്രന്ഥം പ്രേരകമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പുതിയ പുതിയ പഠനങ്ങൾ മലയാളത്തിൽ ഓരോ കവിക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, മലയാളത്തിലെ ഈ വിക്രമൻ നായർ എന്ന് പറയുന്ന മലയാളി, ബംഗാളിൽ പ്രസിദ്ധനായിട്ടുള്ള മലയാളി, പശ്ചിം ദിഗന്തേ പ്രദോഷ് കാലേ എന്ന് പറയുന്ന മാതൃഭൂമി എന്ന പുറത്തിറക്കിയ പുസ്തകം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ഇങ്ങനെ യൂറോപ്പ് സഞ്ചാരത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ 175 വലിയ കൃതികൾ ഷേക്സ്പിയറെ പറ്റി ഉണ്ടാവുന്നു എന്ന് പറയുന്നുണ്ട്. 6 മാസത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് 175 കൃതികൾ ഷേക്സ്പിയറെ പറ്റി ഉണ്ടാവുന്നുണ്ട്. ഇവിടെ 10 കൊല്ലം കൊണ്ട് 4 ലേഖനം പോലും ഈ വലിയ കവികളെക്കുറിച്ച് ഉണ്ടാവുന്നില്ല. അങ്ങനെ നമ്മുടെ അറുപാപം അറവിതൻ നാറും അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ കവികൾ രക്ഷപ്പെടട്ടെ, പുതിയ പുതിയ പഠനങ്ങൾ അവർക്കുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിർത്തുന്നു. നന്ദി. വ്യത്യസ്തമായ ഒരു വായന നടത്തിയതിന് ശ്രീ ഗോപികൃഷ്ണൻ നന്ദി. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഒളപ്പമണ്ണയുടെ സഹോദരൻ ശ്രീ OM അനുജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ വളരെ ശ്രദ്ധാപൂർവം എല്ലാ പ്രസംഗങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണിത്. 13 വർഷം 9 മാസം മറ്റായി എൻ്റെ ജ്യേഷ്ഠൻ ഒളപ്പമണ്ണ നമ്മളെയൊക്കെ വിട്ടു പിരിഞ്ഞിട്ട്. ഞാൻ പത്രമാസികകളും എല്ലാം വായിക്കാറുണ്ട്. സാഹിത്യ നിരൂപണങ്ങളും കവിതാ നിരൂപണങ്ങളും ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നിയൊരു സംഗതിയുണ്ട്. പലരും, ഞാൻ നിരൂപകന്മാരെ പറ്റി ദോഷം പറയല്ല, പലരും ഓരോന്നും പറയുന്ന കൂട്ടത്തിൽ, ഓരോ ആളുകളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ, ഓരോ പ്രസ്ഥാനങ്ങളെപ്പറ്റി പറയുന്ന കൂട്ടത്തിലും അടുത്ത കാലത്തൊന്നും ഉളപ്പപ്പെട്ട ഒരു പേര് പറഞ്ഞ് കാണുന്നില്ല. ഞാൻ വളരെ ദുഃഖിതനായിരിക്കുകയാണ്. കാരണം അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ശങ്കരൻ മുമ്പ് തന്നെ നല്ലോണം ഉളപ്പപ്പെട്ട കവിതകളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ശങ്കരനൊഴികെ ബാക്കി, അതുപോലെ എൻ്റെ സ്നേഹിതൻ രവിവർമ്മ അതുപോലെ ഉളപ്പപ്പെട്ട കവിത നല്ലോണം പഠിച്ചിട്ടുള്ള ആളാണ്, അത് ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ പിന്നീട് പ്രസംഗിച്ച യുവാക്കളും നല്ലവണ്ണം ഈ വായിച്ച് പഠിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഉളപ്പമണ്ണ എന്ന കവി മലയാളത്തിൽ ഏത് കാലത്തും ജീവിക്കും എന്നൊരു ചെറിയ ആശ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സത്യം പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഈ ഒരു കവിക്ക് ഏറ്റവും വിഷമം തരുന്ന കാര്യം അവഗണനയാണ്. പ്രശംസിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കും, പക്ഷേ വിമർശിക്കുമ്പോഴും സന്തോഷിക്കും. പക്ഷേ അവഗണിച്ചാൽ അത് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു നന്ദി പറയാനുള്ളത്, എനിക്ക് ഈ മറ്റൊരു സ്ഥാനം കൂടിയുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ഒളപ്പമണ്ണയുടെ കവിതയുടെ സൂതിഗ്രഹം എനിക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ പലതും ഉടലെടുത്തത് എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്നൊക്കെ സൂക്ഷ്മമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പലതും ഈ പഠനങ്ങളൊന്നും വന്നിട്ടില്ല, പുസ്തക രൂപത്തിലോ ലേഖന രൂപത്തിലോ വന്നിട്ടില്ലെങ്കിലും ആളുകൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ശ്രദ്ധാപൂർവം വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു സംഗതിയാണ്. എനിക്ക് 2-3
ഞാനൊരു പ്രസംഗം ചെയ്യാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി മാത്രം. ഈ മാതൃഭൂമി ഇത് പ്രസിദ്ധീകരിച്ചത് കാരണമാണ് ഈ പുസ്തകം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. മാതൃഭൂമി വളരെ കുറച്ച് കവിതാ പുസ്തകങ്ങളെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്രധാനമായിട്ടും സഞ്ജയൻ്റെ ഒരു ഹാസ്യകൃതിയും ഒരു സാധാരണ ഒരു കൃതിയും, ഇങ്ങനെ 2 കവിതാ പുസ്തകങ്ങളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാണ് വിഷ്ണുനാരായണൻ നമ്പൂരിയുടെ ഒരു സമാഹാരം പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു കാരണം ഇത് അച്ചടിച്ചാൽ ചിലവാവില്ല എന്നുള്ളതാണ്. എന്നോട് പലരും പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ച ഉടനെ ഈ പ്രസിദ്ധീകരിച്ച ആ കൃതി ഒരു പ്രശസ്ത പ്രസാധകൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ തിരുമേനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് ചിലവില്ല, ഇനിയിപ്പോൾ ആരാ അത് വായിക്കാൻ ചോദിച്ചു. എനിക്ക് വളരെയധികം സങ്കടം തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്. അത് സത്യമായിരിക്കും, അല്ലാതെ ഞാൻ പറയണില്ല. പക്ഷേ വളരെ സങ്കടപ്പെട്ടൊരു കാര്യമാണ്. ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് കഷ്ടം തന്നെ. മരണശേഷം എന്നത് അതിലധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് ആളെങ്കിലും ഉണ്ട്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുമില്ല, ആളുടെ കൃതിയില്ലെങ്കിൽ വലിയ കഷ്ടമല്ലേ. പക്ഷേ എനിക്ക് വളരെ സന്തോഷകരമായിട്ടൊരു സംഗതി ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവും ഈ പ്രകാശനവും വളരെ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഇപ്പോൾ പെട്ടെന്നൊന്നും ചിലവാകാത്ത പുസ്തകം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ മാതൃഭൂമിക്കാർ ഈ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കുവാൻ സമ്മതിച്ചത് വളരെ നല്ല കാര്യമാണ്. ഞാൻ ഈ കവിയുടെ സഹോദരൻ എന്ന നിലയ്ക്കും മറ്റെല്ലാ നിലയ്ക്കും മാതൃഭൂമിയോട് വളരെയധികം എൻ്റെ കൃതജ്ഞത ഇവിടെ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പിന്നെ മറ്റൊരു കാര്യത്തിൽ ഞാൻ പറയണേ, ഒളപ്പമണ്ണയുടെ ഈ കൃതിക്ക് മുമ്പ് അദ്ദേഹം കഥകളി വിഷയകമായിട്ട് കഥകളി സോവനിയറുകളിലും മറ്റും എഴുതിയിരുന്ന വളരെയധികം വിലപ്പെട്ടതോ കരപ്പെട്ടതോ അല്ല എന്ന് പറയാവുന്ന കുറേ ലേഖനങ്ങളുണ്ട്. പല നിലയ്ക്കും കഥകളി ആസ്വാദകൻ എന്ന നിലയ്ക്കും കഥകളി അടുത്ത് പെരുമാറിയിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്കും എനിക്ക് പറയാൻ സാധിക്കും ആ പുസ്തകം നല്ലൊരു മുതൽക്കൂട്ടാണ്. പക്ഷേ വളരെ കുറച്ച് ആളുകളെ അത് വായിക്കാറുള്ളൂ, അത് മനസ്സിലാക്കാറുള്ളൂ. ചിലതൊക്കെ കുറച്ച് സാങ്കേതികമാണ്, ചിലത് കഥകളി കാണുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ കഥകളി സംബന്ധമായിട്ടുള്ള ആ പുസ്തകവും മാതൃഭൂമിക്കാർ ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത്, ഞാൻ പറയട്ടെ, ഞാനൊരു ഈ യോഗത്തിൽ പ്രസംഗിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് മാത്രമല്ല പറയുന്നത്, എനിക്കതിൽ കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള ചില ചുമതലകളുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക ഈ പുസ്തകം അച്ചടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ശ്രീ ശങ്കരൻ തന്നിട്ടുണ്ട്. ശങ്കരൻ വളരെ സൂക്ഷ്മമായിട്ട് കവിതകൾ വായിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം പലരും യാദൃച്ഛികമായിട്ടോ അല്ലെങ്കിൽ വെറുതെ കവിതയിലുള്ള ഭ്രമം കൊണ്ട് മാത്രം വായിക്കുമ്പോൾ അവരുടെ കണ്ണിൽ പെട്ടു പോകാത്ത വളരെ സൂക്ഷ്മമായിട്ടുള്ള പല ഭാവങ്ങളും ശങ്കരൻ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒളപ്പമണ്ണ കവിത വായിക്കാൻ വളരെയധികം സഹായകരമായ ഒരു അവതാരികയാണ് അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുള്ളത്. എനിക്ക് വളരെയധികം മറ്റൊരു നിരൂപകരും ഇദ്ദേഹത്തിൻ്റെ കവിത ഇത്ര സൂക്ഷ്മമായിട്ട് വായിച്ചിട്ടോ പഠിച്ചിട്ടോ അവതരിപ്പിച്ചിട്ടോ ഇല്ല എന്നുള്ള ഒരു സത്യം കൂടി ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഇങ്ങനെ മറ്റൊരു കാര്യം, ഇവിടെ പലരും ഒളപ്പമണ്ണ കവിത സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഇവിടുത്തെ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായി. ഈ പഠിച്ചിട്ടുള്ള ആളുകൾ ഇതൊന്ന് പൊതുജന ദൃഷ്ടിയിൽ കൊണ്ടുവരുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം
ഒരു കവി ജീവിച്ചിരുന്നു. ആ കവി ഇന്നത്തെ കാലത്ത് കവിതയ്ക്ക് അത്ര നല്ല കാലമല്ല. വെള്ളത്തോള്, കുമാരനാശാൻ, ചങ്ങമ്പുഴ, അങ്ങനെ പല കവികളും നമുക്കുണ്ടായിട്ടുണ്ട്. ആരെ പറ്റിയും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഠനങ്ങളും അടുത്ത കാലത്ത് വന്നിട്ടില്ല. അപ്പോൾ ഒളപ്പമണ്ണയെ പറ്റി മാത്രം എങ്കിലും അതിൽ ഈ അദ്ദേഹത്തിൻ്റെ കവിതകളെപ്പറ്റി വളരെ സൂക്ഷ്മമായിട്ടുള്ള പല നിരീക്ഷണങ്ങളും ഉള്ള ഒരു സദസ്സിൽ എനിക്ക് ഭാഗഭാക്കാവാൻ, പങ്കുകൊള്ളാൻ സാധിച്ചു, ശ്രോതാവാൻ സാധിച്ചു എന്നുള്ളതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറയട്ടെ, ഒളപ്പമണ്ണ കവിത എൻ്റെ സ്വന്തം കവിതയാണെന്ന് പറയാം. അദ്ദേഹം ഓരോ വരിയും എഴുതുമ്പോൾ അതിൽ അനുഭവിക്കുന്ന ആനന്ദവും പെടുന്ന നിഷ്കർഷയും കഷ്ടപ്പാടുമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ജനനം സമയത്ത് അമ്മ അനുഭവിക്കുന്ന വേദനയും ആനന്ദവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആനന്ദവും ഒക്കെ അനുഭവിക്കുന്ന ആ അമ്മയുടെ കൂട്ടുകാരിയുടെ മാതിരി, അല്ലെങ്കിൽ സഹോദരിയുടെ ഒരു സ്ഥാനത്ത് വളരെയധികം വികാരാധീനനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനും അദ്ദേഹവും ഏതാണ്ട് ഒരു കാലത്ത് ഞങ്ങൾ തമ്മിൽ കുറച്ചധികം പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും കവിത എഴുതാൻ തുടങ്ങിയതും ജീവിതത്തിലെ പല സംഭവങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സംഗതിവശാൽ എനിക്ക് വളരെയധികം കാലം നാട് വിട്ടിട്ടും അദ്ദേഹത്തിനെ കാണാതെയും ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഈ പറഞ്ഞ കവിതകൾ പലതിൻ്റെയും ഉൽപ്പത്തി, എങ്ങനെ ബീജാഭാവം, അതിൻ്റെ വളർച്ച, അതിൻ്റെ ജനനം, ഇതിൻ്റെയൊക്കെ ഒരു പ്രഥമഹസ്തമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് എന്ന് പറയാമല്ലോ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ പുസ്തകം സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളുകളെല്ലാം വായിക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, ഈ ഒളപ്പമണ്ണ അവഗണിക്കപ്പെട്ട ഒരു കവിയാണ്, അദ്ദേഹത്തിൻ്റെ കാലശേഷമെങ്കിലും എന്നുള്ളൊരു തെറ്റിദ്ധാരണ തിരുത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ കവികളെക്കുറിച്ചും ഇങ്ങനെയുള്ള പഠനങ്ങളുണ്ടാവട്ടെ, ഇങ്ങനെയുള്ള സമ്പൂർണ്ണ സമാഹാരങ്ങൾ ഉണ്ടാവട്ടെ. അവർക്ക് ആ കവികളെ, നിരൂപകന്മാർക്കോ ആസ്വാദകന്മാർക്കോ ഈ കവികളെ പറ്റി പഠിക്കാനുള്ള അവസരം തരുന്ന പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നമസ്കാരം. നന്ദി സാർ. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും മാതൃഭൂമിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്.